നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പി.കെ. ലേണിംഗ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇക്കഴിഞ്ഞ 2-ാം തീയതി നടന്ന 1-ാം ഘട്ട ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിശോധിക്കാം. അതിന്റെ ആവശ്യമായ വിശദീകരണങ്ങൾ അപ്പോഴപ്പോഴും നൽകാം. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായി നോക്കാം. അതിനെ ഒന്ന് വിലയിരുത്തി നോക്കാം. അപ്പൊ ഇത് ഇനി നടക്കാനിരിക്കുന്ന 2 ഘട്ട പരീക്ഷകളുണ്ടല്ലോ. ആ പരീക്ഷയ്ക്ക് നമുക്ക് സഹായകരമായേക്കാം. അതുകൊണ്ട് നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. അതിലൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: പതിവ്രത എന്നർത്ഥം വരുന്ന ശരിയായ രൂപമേത്? തന്നിരിക്കുന്ന ഓപ്ഷനുകൾ സ്വാധി, സാധി, സാധ്വി, സാധ്വീ. ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി, സാധ്വി എന്നതാണ്. പതിവ്രത, പരിശുദ്ധ എന്നർത്ഥം വരുന്നത് സാധ്വി. സാധു എന്ന വാക്കിൽ നിന്നാണ് സാധ്വി. സാധുവിന്റെ ഭാവം. സാധു എന്ന വാക്കിന് സന്യാസി, നല്ലത് എന്നൊക്കെയാണ്. സാത്വിക ഗുണമുള്ളവർ ഉള്ളത്, അതാണ് സാധു. ആ ഗുണത്തോടു കൂടിയവളാണ് സാധ്വി. പതിവ്രത, പതിയോട് വ്രതമുള്ളവൾ, പതിയോട് ഭർത്താവിനോട് നിഷ്ഠയുള്ളവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇവിടെ മറ്റ് പ്രയോഗങ്ങൾ സ്വാധി, സാധ്വി എന്ന ദീർഘപ്രയോഗങ്ങളൊക്കെ വികല പ്രയോഗങ്ങളാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അതുപോലെ ഈ പതിവ്രത എന്നതും പലപ്പോഴും നമ്മൾ തെറ്റിച്ച് പതിവൃത എന്ന് പറയും. വൃത്തം എന്ന വാക്കിന്റെ അർത്ഥം ചുറ്റപ്പെട്ടത് എന്നാണ്. അപ്പൊ പതിവൃത എന്ന് വെച്ചാൽ പതിമാരാൽ, ഭർത്താക്കന്മാരാൽ ചുറ്റപ്പെട്ടത് എന്നാണ്. നേരെ വിപരീതാർത്ഥമായി പോകും. പതിവ്രതയാണ്, പതിയോട് വ്രതമുള്ളവൾ. അത് സാധ്വി എന്നതാണ്. അപ്പോ ഇവിടെ ചില സന്ദർഭങ്ങളിൽ ഈ സാധ്വി എന്ന അവസാനത്തെ ദീർഘിപ്പിച്ചു തരും. നമ്മൾ തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടതാണ്. അത് തെറ്റാണ്. സാധ്വി എന്നല്ല, സാധ്വി. സാധുവിന്റെ ഗുണമുള്ളത് എന്നാണ്, ഗുണമുള്ളവൾ എന്നാണ്. സാധുവിന്റെ ഗുണമുള്ളവൾ എന്നാണ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ, സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. വള്ളത്തോളിന്റെ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഉസ്മാൻ ഖാൻ ഒരു വിവാഹിതയായ സ്ത്രീയെ, പതിവ്രതയായ സ്ത്രീയെ ഹുമയൂൺ ചക്രവർത്തിക്ക് കാഴ്ചവെച്ചു. പക്ഷെ അവൾ വിവാഹിതയാണെന്ന് അറിഞ്ഞതോടുകൂടി ഉസ്മാനെ ശിക്ഷിക്കാൻ ഹുമയൂൺ ഓർഡർ ഇട്ടു. പക്ഷേ ഈ സ്ത്രീ, പതിവ്രതയായ സ്ത്രീ പറഞ്ഞു, അത് മർത്യന് കൈപ്പിഴ ജന്മസിദ്ധം, ഭൃത്യന്റെ കുറ്റം പൊറുക്കുമാറാകണം, മർത്യന് കൈപ്പിഴ ജന്മസിദ്ധം എന്ന് പറയുമ്പോൾ ഹുമയൂൺ ചക്രവർത്തിയുടേതായി വള്ളത്തോൾ അവിടെ എഴുതുന്ന വരികളുണ്ട്. ഉസ്മാൻ നീ ആരെയോ ശിക്ഷിച്ചു, ഇന്ന് അസാധ്വി താൻ നിന്നെ സംരക്ഷിച്ചു. ഉസ്മാൻ നീ ആരെയോ ശിക്ഷിച്ചു, ഇന്ന് അസാധ്വി താൻ നിന്നെ സംരക്ഷിച്ചു. ഉസ്മാൻ നീ ആരെയാണോ ശിക്ഷിച്ചത്, ആ സാധ്വി, ആ പതിവ്രതയാണ് ഇന്ന് നിന്നെ സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ സ്കൂളിൽ പഠിച്ച ഭാഗം ഓർമ്മ ഉണ്ടെങ്കിലും നമുക്കത് എഴുതാൻ പറ്റും. അപ്പൊ സാധ്വി എന്നതാണ് ശരി ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കാം. ഏറ്റവും ശരിയായ വാക്യം ഏത്? ഏറ്റവും ശരിയായ വാക്യം എന്നാണ്. തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ നയവ്യതിയാനം വരുത്തി. തോട്ടണ്ടി ഇറക്കുമതി നയത്തിന്റെ കാര്യത്തിൽ നയവ്യതിയാനം വരുത്തി. തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ നയമാറ്റം വരുത്തി. തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ മാറ്റം വരുത്തി. ഇവിടെ ഏറ്റവും ശരിയായെന്നല്ല, ശരിയായ ഒറ്റ വാക്യമേ ഉള്ളൂ. അത് ഓപ്ഷൻ ഡി ആണ്. കാരണം മറ്റ് സെന്റൻസുകളിലെല്ലാം പൗനരുക്ത്യം, ആവർത്തനം സംഭവിച്ചു പോകുന്നു. ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ, തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ നയവ്യതിയാനം വരുത്തി. അപ്പൊ അവിടെ ആ നയം ആവർത്തിക്കുന്നു ഒരേ അർത്ഥത്തിൽ. അതേ പ്രശ്നം തന്നെ അടുത്തതിൽ ഉണ്ടായി. ഇറക്കുമതി നയത്തിന്റെ കാര്യത്തിൽ നയവ്യതിയാനം വരുത്തി. അടുത്തതിലും അത് തന്നെയാണ്, നയത്തിൽ നയമാറ്റം വരുത്തി. അപ്പൊ അവിടെയെല്ലാം ആവർത്തനം ഉണ്ടായി, പൗനരുക്ത്യം ഉണ്ടായി. അപ്പൊ ശരിയായ വാക്യം ഒന്നേ ഉള്ളൂ, തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ മാറ്റം വരുത്തി എന്ന അവസാനത്തെ ഓപ്ഷനാണ് ശരി. കാരണം മലയാളത്തില് വാചകങ്ങൾ എഴുതുമ്പോൾ പദങ്ങൾ ആവർത്തിക്കാതെ, അതിനെയാണ് പൗനരുക്ത്യം, പുനരുക്തി എന്നൊക്കെ പറയുന്നത്. അത് ആവർത്തിക്കാതെ, അത് സംഭവിക്കാതെ നോക്കണം. ഇവിടെ ഈ വാചകത്തിൽ ഇറക്കുമതി നയം എന്ന വാക്കിനുള്ളിൽ തന്നെ നയമുണ്ട്. പിന്നെ നയവ്യതിയാനം എന്ന പ്രയോഗം തെറ്റാകുന്നു, ആവർത്തനം ഉണ്ടാക്കുന്നു. എന്നാൽ അത് മാത്രമല്ല, നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ ഏറ്റവും ലളിതമായ തരത്തിൽ, ഏറ്റവും സിമ്പിൾ ആയ തരത്തിൽ അത് പറയാൻ ശ്രമിക്കണം. ഇവിടെ മറ്റ് ഓപ്ഷനുകൾ തെറ്റാകാനുള്ള കാരണം നേരത്തെ പറഞ്ഞതാണ്. എല്ലാത്തിലും ഇറക്കുമതി നയം എന്നുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ നയം, പോളിസി എന്ന വാക്കുണ്ട്. പിന്നെ നയമാറ്റം അല്ലെങ്കിൽ നയവ്യതിയാനം എന്ന് പറയുന്നത് പൗനരുക്ത്യം ഉണ്ടാക്കുന്നു, ആവർത്തനം ഉണ്ടാക്കുന്നു. അത് തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കൂ. He came to me and assured me to repay his debt within a week. ഏറ്റവും ഉചിതമായ തർജ്ജമ ഏത്? അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഏറ്റവും ഉചിതമായ തർജ്ജമ ഏത്? അവൻ എന്റെ അടുത്ത് വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അവന്റെ കടം തിരിച്ചടയ്ക്കാം എന്ന് എനിക്ക് ഉറപ്പു തന്നു. അവൻ വന്ന് എന്നോട് ഒരാഴ്ചയ്ക്കുള്ളിൽ അവന്റെ കടം തിരിച്ചടയ്ക്കാം എന്ന് എനിക്ക് ഉറപ്പു നൽകി. അവൻ വന്ന് ഒരാഴ്ചക്കകം കടം വീട്ടാം എന്ന് വാക്ക് തന്നു.
അവൻ വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അവന്റെ കടം വീട്ടാം എന്ന് എനിക്ക് ഉറപ്പ് തന്നു. ഇവിടെ ഏറ്റവും ഉചിതമായത് ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. പക്ഷെ PSC കഴിഞ്ഞ ദിവസം പ്രൊവിഷണൽ കീയിൽ തന്നത് ഓപ്ഷൻ സി ആണ്. ഇവിടെ നോക്കാം, ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഉചിതമായതാണ് ഓപ്ഷൻ എ. ഈ എല്ലാ ഓപ്ഷനുകളിലും അർത്ഥപരമായ ഒരു പെശകുണ്ട്. നോക്കൂ, ആദ്യത്തെ ഓപ്ഷൻ, അവൻ എന്റെ അടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ അവന്റെ കടം തിരിച്ചടയ്ക്കാം എന്ന് ഉറപ്പ് നൽകി എന്ന് പറഞ്ഞാൽ അവൻ വേറെ എവിടെയോ നിൽക്കുകയാണ്, അവൻ എന്റെ അടുത്ത് വന്നിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കടം തിരിച്ചടച്ചോളാം എന്ന് ഉറപ്പ് നൽകി എന്നായി പോയി. ഇനി ബി, അവൻ വന്ന് എന്നോട് ഒരാഴ്ചയ്ക്കുള്ളിൽ അവന്റെ കടം തിരിച്ചടയ്ക്കാം, അതായത് അവൻ വേറെ എവിടെ നിൽക്കുകയാണ്, അവൻ വന്ന് എന്നോട് ഒരാഴ്ചയ്ക്കുള്ളിൽ, അവിടെയും അതേ പെശകുണ്ടായി. അടുത്ത ഓപ്ഷൻ സി, അവൻ വന്ന് ഒരാഴ്ചക്കകം കടം വീട്ടാം എന്ന് വെച്ചാൽ അവൻ വേറെ എവിടെ നിൽക്കുകയാണ്, വിദേശത്ത് എവിടെ നിൽക്കുകയാണ്, അവൻ വന്ന് ഒരാഴ്ചക്കകത്ത് കടം വീട്ടാം എന്നർത്ഥം വരുന്നു. ഓപ്ഷൻ ഡി, അവൻ വന്ന് ഒരാഴ്ചക്കുള്ളിൽ അവന്റെ കടം വീട്ടാം, ഇവിടെയും അതേ പ്രശ്നം ഉണ്ടായി. ഇതേ പ്രശ്നം ഓപ്ഷൻ എയിലും ഉണ്ട്. പക്ഷേ തന്നിരിക്കുന്ന ചോദ്യവാക്യത്തിലെ പൂർണ്ണമായ ആശയം വരുന്നത് സിയിൽ വരുന്നില്ല. പക്ഷെ PSC അന്ന് പ്രൊഫഷണൽ കീയിൽ തന്നത് സി ആണ്. ഹി കെയിം ടു മീ, അവൻ എന്റെ അടുക്കൽ വന്നു എന്നത് ഓപ്ഷൻ സിയിൽ വരുന്നില്ല. അവൻ വന്ന് ഒരാഴ്ചക്കകം എന്ന് പറയുമ്പോൾ അവൻ വിദേശത്ത് എവിടെ നിൽക്കുകയാണ്, അവൻ എന്റെ അടുത്ത് തന്നെ വരണമെന്നില്ല, അവൻ നാട്ടിൽ വന്നതിന് ശേഷമാകാം എന്നൊരർത്ഥം അതിനകത്ത് ജനിക്കും. അപ്പൊ തന്നിരിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഈ 4 പെശകുണ്ട്. തന്നിരിക്കുന്നതിൽ ഉചിതമായതാണ് എ. കാരണം അതിനെ ഓരോന്ന് എടുത്തു നോക്കിയാൽ ഹി കെയിം ടു മീ, അവൻ എന്റെ അടുത്ത് വന്നു. ഓപ്ഷൻ എയിൽ ഇത് കൃത്യമായി തന്നിട്ടുണ്ട്. എന്നാൽ അതുപോലെ അഷ്വേർഡ് മീ, എനിക്ക് ഉറപ്പ് തന്നു. ടു റീപേ ഹിസ് ഡെറ്റ്, അവന്റെ കടം തിരിച്ചടയ്ക്കാം വിത്തിൻ എ വീക്ക്, ഒരാഴ്ചയ്ക്കുള്ളിൽ. അതിനെ മലയാളത്തിന്റെ വാക്യക്രമം അനുസരിച്ച് അടുക്കി എടുക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷനായി മാറുന്നു. നോക്കാം അടുത്ത ചോദ്യം. വെള്ളി കൊണ്ടുള്ള എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? ഇവിടെ അന്ന് തന്ന ചോദ്യത്തിൽ ഉറ്റപ്പദം എന്നാണ് അച്ചടിച്ചു തന്നത്. അത് അതേപടി ഇങ്ങോട്ട് കോപ്പി ചെയ്തിരിക്കുകയാണ്. ഉറ്റപ്പദമല്ല, ഒറ്റപ്പദം ഏത്? രജനം, രാജതം, രജാതം, രൈജതം. ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാജതം. കാരണം നമുക്കറിയാം രജതം എന്ന വാക്കിന്റെ അർത്ഥം വെള്ളി എന്നാണ്. അപ്പൊ രജതത്തെ സംബന്ധിക്കുന്നത് നമ്മൾ ഒറ്റപ്പദം പഠിച്ചു, റെക്കോർഡ് ക്ലാസ് കണ്ടാൽ നിങ്ങൾക്കറിയാം. ഒരു വാക്കിനാദ്യം 2 വ്യഞ്ജന ശബ്ദങ്ങളാണ് വരുന്നതെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഒറ്റപ്പദം നിർമ്മിക്കാൻ ആദ്യത്തെ ശബ്ദം ദീർഘിപ്പിക്കണം എന്ന് പഠിച്ചു അല്ലേ? അതാണ് ശരീരത്തെ സംബന്ധിക്കുന്നത് ശാരീരികം, പരിസ്ഥിതിയെ സംബന്ധിക്കുന്നത് പാരിസ്ഥിതികം, ശകുന്തളയെ സംബന്ധിക്കുന്നത് ശാകുന്തളം, കൽപ്പനയെ സംബന്ധിക്കുന്നത് കാൽപ്പനികം. എങ്കിൽ രജതം എന്ന് വെച്ചാൽ വെള്ളി, രജതത്തെ സംബന്ധിക്കുന്നത് രാജതം എന്നതാണ്. അപ്പോ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, രജതം വെള്ളി, രാജതം വെള്ളി കൊണ്ടുണ്ടാക്കിയത്. മറ്റ് വാക്കുകൾ രജനം, രജാതം, രൈജതം ഇതെല്ലാം വികല പ്രയോഗങ്ങളാണ്, വേറെ അർത്ഥമുള്ള വാക്കുകളല്ല ഈ പറഞ്ഞത്. രൈജതം തെറ്റാണ്, എന്നാൽ രൈവതം എന്ന പദവുമായി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് അത്. അടുത്ത ഓപ്ഷൻ നോക്കൂ, പേര് എന്ന പദത്തിന്റെ പര്യായമായി വരാത്തതേത്? പേര് എന്ന പദത്തിന്റെ പര്യായമായി വരാത്തത് നാമാങ്കം, അഭിധാനം, നാമധേയം, ആഖ്യ. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ, നാമാങ്കം എന്നതാണ്. പേര് എന്നർത്ഥം വരാത്തത്. ഇപ്പൊ അഭിധാനം അത് പേരാണ്, നാമധേയം നമുക്കറിയാം പേരാണ്, ആഖ്യ സബ്ജക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് മലയാളത്തിലെ ആഖ്യ. ആ വാക്കിന്റെ അർത്ഥം തന്നെ പേരെന്നാണ്. അതായത് ഒരു സെന്റൻസിൽ ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പറയുന്നുവോ അതാണ് ആഖ്യ. അത് എപ്പോഴും ഒരു നാമമായിരിക്കും. എന്നാൽ നാമാങ്കം എന്ന വാക്കിന്റെ അർത്ഥം നാമത്തിന്റെ അംഗമായി നിൽക്കുന്നത്, നാമത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് പേരക്ഷത്തെയാണ് നമ്മൾ നാമാങ്കം എന്ന് പറയുന്നത്. പേരക്ഷത്തെയാണ് നാമത്തിന്റെ അംഗമായി, ഒരു നാമത്തിന് പേരിന് കീഴടങ്ങി നിൽക്കുന്ന ഒരു അപൂർണ ക്രിയയാണ് നാമാങ്കം അഥവാ പേരക്ഷ എന്ന് പറയുക. അത് നാമത്തിന്റെ അംഗമായി ഭാഗമായി നിൽക്കുന്നതാണ്, നാമമല്ല. ഇനി അഭിധാനം, നാമധേയം, ആഖ്യ ഇതെല്ലാം പേര് തന്നെയാണ്, പേര് എന്നർത്ഥം വരുന്ന വാക്കുകൾ തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം, ആമ്പൽ എന്ന പദത്തിന്റെ സമാനാർത്ഥമുള്ള ജോഡി തിരഞ്ഞെടുത്തെഴുതുക. കൈരവം, കുവലയം, കുമുദം, അക്ഷീപം, കീരം, കുവലയം, അംബുജം, പികം. ഇവിടെ ആമ്പൽ എന്നർത്ഥം വരുന്ന വാക്കുകൾ മാത്രമുള്ളത് ഓപ്ഷൻ എ ആണ്. കൈരവം, കുവലയം ഈ 2 വാക്കുകളും ആമ്പൽ എന്നർത്ഥം വരുന്നതാണ്. എന്നാൽ കുമുദം ആ വാക്കിന് ആമ്പൽ എന്നർത്ഥം ഉണ്ടെങ്കിലും അക്ഷീപം എന്ന വാക്കിന്റെ അർത്ഥം ഈ കടലുപ്പ്, കടൽ ചൊരുക്ക് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് അക്ഷീപം, അതിന് ആമ്പലില്ല. അടുത്ത ഓപ്ഷൻ സിയിൽ കുവലയമുണ്ട്, അത് ആമ്പലാണ്. പക്ഷെ കീരം തത്തയാണ്. ഡിയിലാകട്ടെ അംബുജം താമരയും പികം കുയിലുമാണ്. അപ്പൊ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, കൈരവം, കുവലയം. ഇതിന് 2നും ആമ്പൽ എന്നാണ് അർത്ഥം വരുന്നത്. ആമ്പൽ എന്നർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ് കുമുദം, സാരഥം തുടങ്ങിയവ.
കുമുദം എന്ന വാക്കിന് ആമ്പൽ, ശരിക്കും പറഞ്ഞാൽ വെള്ളാമ്പലാണ് ആമ്പൽ. അക്ഷീവം എന്ന വാക്കിന് കടച്ചക്ക എന്നർത്ഥമുണ്ട്. കടലുപ്പ്, ഉപ്പ് എന്നർത്ഥമുള്ള വാക്ക് കൂടിയാണ് അക്ഷീവം. എന്നാൽ തത്തയ്ക്ക് തത്ത, കീരം എന്ന വാക്കിന് തത്ത എന്നും അംബുജം എന്ന വാക്കിന് താമര എന്നും പികം എന്ന വാക്കിന് കുയിൽ എന്നുമാണ് അർത്ഥമുണ്ടാകുന്നത്. അംബുജം, അമ്പുവിൽ നിന്ന് ജനിച്ചത്, അമ്പു എന്ന് വെച്ചാൽ വെള്ളം, വെള്ളത്തിൽ നിന്ന് ജനിച്ചത്, അതാണ് അംബുജം. നീരജം, വാരിജം, ജലജം, ഇതെല്ലാം താമര എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. നോക്കാം അടുത്ത ചോദ്യം. മക്കത്തായം പിരിച്ചെഴുതുക. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ മകൾ പ്ലസ് തായം, മക്കൾ പ്ലസ് തായം, മക്ക പ്ലസ് തായം, മക്കൾ പ്ലസ് തായം. ഇവിടെ ഓപ്ഷൻ ബി രണ്ടാമത്തേതാണ് ശരി. മക്കൾ അധികം തായം. മക്കളുടെ തായം, തായം എന്ന് വെച്ചാൽ പിന്മുറ എന്നാണ്. നമുക്കറിയാം, നമുക്ക് കടപ്പുറം പിരിക്കുമ്പോൾ കടൽ അധികം പുറം, താക്കോല് പിരിക്കുമ്പോൾ താഴ് അധികം കോല്, പാമരം പിരിക്കുമ്പോൾ പായ് അധികം മരം എന്നൊക്കെയാണ് അർത്ഥമുള്ള വാക്കുകളായിട്ട് വേണം പിരിക്കാൻ. അപ്പൊ മക്കത്തായത്തെ പിരിക്കുമ്പോൾ മക്കൾ അധികം തായം എന്നതാണ്. ഇവിടെ ഇത് യഥാർത്ഥത്തിൽ ആദേശ സന്ധിയാണ്. ലോകം സംഭവിക്കുന്നുണ്ടെങ്കിലും ആദേശ സന്ധിയാണ്. മക്കൾ എന്നതിലെ പോയിട്ട് ഒരു തകാരം വരുന്നു. വരുന്ന തായും തായത്തിന്റെ തായങ്ങൾ ചേർന്ന് ഇരട്ടിച്ച് മക്കത്തായം എന്ന് സംഭവിക്കുകയാണ്. ലോപിക്കുന്നുവെങ്കിൽ മറ്റൊന്ന് വരുന്നു. ഫലത്തിൽ ഇത് ആദേശ സന്ധിയാണ്. മക്കൾ അധികം തായം, മക്കത്തായം. മകൾ അധികം തായം, അത് തെറ്റാണ്. മകളുടെ വഴിക്കുള്ളതല്ല. മകൾ തായം, മകത്തായം അല്ല. മക്ക അധികം തായം അർത്ഥമില്ലാത്ത വാക്കാണ്. അതുപോലെ മക്കൾ അധികം തായം, ഇതെല്ലാം അർത്ഥമില്ലാത്ത ശബ്ദങ്ങളാണ്. നമ്മൾ പിരിക്കുമ്പോൾ അർത്ഥമുള്ള ശബ്ദങ്ങളാക്കി വേണം പിരിക്കാൻ. അടുത്ത ചോദ്യം. ചുവടെ കാണുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1. കവി കവിയത്രി, വിദ്വാൻ വിദ്വത്തി, പ്രഭു പ്രഭ്വി, തരുണൻ തരുണി. നമുക്ക് ഓരോന്ന് നോക്കാം. കവി, അതിന്റെ സ്ത്രീലിംഗ കവയിത്രി എന്നാണ്, കവിയത്രി എന്നല്ല. അപ്പൊ അത് തെറ്റി. വിദ്വാന്റേത് വിദുഷി എന്നാണ്, വിദ്വത്തി എന്നല്ല. അപ്പൊ അത് തെറ്റി. പ്രഭു പ്രഭ്വി ശരിയാണ്. തരുണൻ തരുണി അതും ശരിയാണ്. അപ്പൊ 3ഉം 4ഉം, അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരിക. തരുണൻ എന്ന വാക്കിന് താരുണ്യമുള്ളവൻ, യുവാവ് എന്നാണ്. അതിന്റെ സ്ത്രീലിംഗമാണ് തരുണി. പ്രഭുവിന്റേത് പ്രഭ്വി ശരിയാണ്. എന്നാൽ കവി എന്നതിൻ്റെത് കവയിത്രി എന്നാണ്, കവയിത്രി. വിദ്വാന്റേത് വിദ്വത്തിയല്ല, വിദുഷി എന്നതാണ് ശരി ഉത്തരം. നോക്കൂ അടുത്ത ചോദ്യം. താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുത്തെഴുതുക. തെറ്റായത്. നെന്മണി, നെല് അധികം മണി, വിണ്ടലം, വിണ അധികം തലം, വിദ്യുത് ശക്തി, വിദ്യുത് അധികം ശക്തി, വാഗ്ദാനം, വാഗ് അധികം ദാനം. നോക്കാം. നെന്മണി ശരി തന്നെയാണ്, നെല് അധികം മണി. എന്നാൽ ഇത് കൂടുതൽ ശരി നെൽ അധികം മണി. നമുക്ക് ചില്ല് ലഭ്യമായ സ്ഥലത്ത് ചില്ല് തന്നെ എഴുതണമെന്നാണ്. ഇവിടെ ചില്ലില്ലെങ്കിൽ പകരം ഇത് ശരി തന്നെയാണ്, നെല് അധികം മണി. എന്നാൽ വിണ്ടലം പിരിക്കുക, അപ്പൊ ഇത് ശരിയാണ്. വിണ്ടലം പിരിക്കേണ്ടത് വിണ അധികം തലമല്ല, വിൺ അധികം തലം എന്നാണ്. വിൺ അധികം തലമാണ് വിണ്ടലം. അപ്പോ ഇത് തെറ്റാണ്. 2. വിദ്യുത് ശക്തി, വിദ്യുത് അധികം ശക്തി ശരി തന്നെയാണ്. എന്നാൽ വാഗ്ദാനം പിരിക്കേണ്ടത് വാഗ് അധികം ദാനം എന്നാണ്. വാഗ് അധികം ദാനം. അപ്പൊ 4 തെറ്റി. അപ്പൊ തെറ്റായിട്ടുള്ളത് 2ഉം 4ഉം. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്. 2ഉം 4ഉം തെറ്റാണ്. വിണ്ടലം പിരിക്കേണ്ടത് വിൺ അധികം തലം. ഇവിടെ വിണ് എന്ന് അച്ചടിക്കുന്നത് തെറ്റാണ്. പിന്നെ മറ്റത് നെല് എന്ന് തന്നതുകൊണ്ട് ഇങ്ങനെ തന്നതാണ്. യഥാർത്ഥത്തിൽ വിൺ, ചില്ല് ലഭ്യമായ സ്ഥലത്ത് ചില്ല് തന്നെ എഴുതണം എന്നാണ്. ഇപ്പൊ നെന്മണി പിരിക്കുമ്പോൾ നെൽ അധികം മണി എന്ന് തന്നെ വേണമെന്നാണ്. അതുപോലെ വാഗ്ദാനം, അത് പിരിക്കുമ്പോൾ വാഗ് അധികം ദാനം എന്നാണ് വരേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ. ചുവടെ കാണുന്ന ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ദൃഢപ്രതീക്ഷ, ദൃഢമായ പ്രതീക്ഷ, കഥാരൂപം, കഥയുടെ രൂപം, ദീപ്തഭാവം, ദീപ്തമാർന്ന ഭാവം, ലളിത നൃത്തം, ലളിതയുടെ നൃത്തം. നോക്കാം. ദൃഢപ്രതീക്ഷ, ദൃഢമായ പ്രതീക്ഷ, അത് ശരി തന്നെയാണ്. കഥാരൂപം, കഥയുടെ രൂപം ശരി തന്നെയാണ്. ദീപ്തഭാവം, ദീപ്തമായ ഭാവം, ദീപ്തം എന്ന് വെച്ചാൽ തിളങ്ങുന്നത്, വിളങ്ങുന്നത് എന്നൊക്കെയാണ്. ദീപ്തമായ ഭാവം, ഇവിടെ ദീപ്തമാർന്ന അത്ര ഉചിതമാകുന്നില്ല. അപ്പൊ അത് തെറ്റി. 3 തെറ്റി. ഇനി ലളിത നൃത്തം, ലളിതയുടെ നൃത്തമല്ല, ലളിതമായ നൃത്തം. അപ്പൊ അതും തെറ്റി. അപ്പോ ശരിയായത് 1ഉം 2ഉം. അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരിക. ഓപ്ഷൻ ഡി. ദൃഢപ്രതീക്ഷ, ദൃഢമായ പ്രതീക്ഷ. ഇവിടെ പ്രതീക്ഷ എന്ന ഉത്തരപദത്തെ ദൃഢം എന്ന പൂർവ്വപദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നതിനാൽ അത് തൽപുരുഷനിന്റെ വിഭാഗമായ കർമ്മധാരയനാണ്. ഉത്തരപദ പ്രാധാന്യം വരുന്നതിനാൽ തൽപുരുഷനാണ്. പൂർവ്വപദം വിശേഷണമാകയാൽ ഇത് കർമ്മധാരയനാണ്.
കഥാരൂപം, കഥയുടെ രൂപം. ഇവിടെ രൂപം എന്ന ഉത്തരപദം വരുന്നതിനാൽ അത് തൽപുരുഷനാണ്. കഥയുടെ പൂർവ്വപദത്തിൽ ഷഷ്ഠി പ്രത്യയം, അതായത് ആറാമത്തെ വിഭക്തിയായ സംബന്ധികയുടെ പ്രത്യയം, അതാണ് ഷഷ്ഠി വിഭക്തി. ആറാമത്തെ, ഷഷ്ഠി ആറാമത്തെ പ്രത്യയമായ ഉടേ ചേർന്നിരിക്കുന്നു. അപ്പൊ അത് ഫലത്തിൽ സംബന്ധിക തൽപുരുഷനാണ്. അതാണ് ഷഷ്ഠി തൽപുരുഷൻ എന്ന് പറയുക. എന്നാൽ ദീപ്തഭാവം, ദീപ്തമായ ഭാവം എന്നതാണ്. ലളിത നൃത്തം ലളിതമായ നൃത്തമാണ്, ലളിതയുടെ നൃത്തം എന്നല്ല. ഇപ്പോ ഈ കഴിഞ്ഞ പരീക്ഷയുടെ 10 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് നിങ്ങൾക്ക് അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്നവർക്ക് പ്രയോജനകരമായിരിക്കും. ഇതിന്റെ മെയിൻസ് എഴുതാനിരിക്കുന്നവർക്ക് ഇത് പ്രയോജനകരമായിരിക്കും എന്ന് കരുതുന്നു. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വേണം, ഈ നിലവാരത്തിലുള്ളതുമായ ചോദ്യങ്ങൾ വേണം അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാൻ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, വിജയാശംസകൾ.